ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും വിവിധ സർക്കാർ ആശുപത്രിയിലും ആയുഷ് മിഷൻ കേരളയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നാഷണൽ ആയുഷ് മിഷനിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന വിവിധ പ്രോജക്റ്റുകളിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്, അറ്റൻഡർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ ANM അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. ഉയർന്ന പ്രായപരിധി 40 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 11,550 രൂപയാണ് ലഭിക്കുക. അറ്റൻഡർ തസ്തികയിൽ SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 10,500 രൂപയാണ് ലഭിക്കുന്നത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 1 ആണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് 7 രാവിലെ 10:30-നും അറ്റൻഡർ തസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 8 രാവിലെ 10:30-നുമാണ്. നാഷണൽ ആയുഷ് മിഷന്റെ തിരുവനന്തപുരം ആരോഗ്യഭവൻ 5ാം നിലയിലാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യഭവൻ 5ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.nim.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് വർക്കല ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് ആയുർവേദ ഫീമെയിൽ തെറാപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു ഒഴിവും ആയുർവേദ മെയിൽ തെറാപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു ഒഴിവും വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് DME നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. HMC വഴി കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന കോൺഫറൻസ് ഹാളിൽ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജൂലൈ 31 രാവിലെ 10:30-ന് നേരിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നാഷണൽ ആയുഷ് മിഷൻ വഴി മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിൽ കോടിയേരി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. 40 വയസ്സിൽ താഴെയുള്ള GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഓഗസ്റ്റ് 2 രാവിലെ 11 മണിക്ക് ഡിസ്പെൻസറിയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് മാനേജർ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ, മാർക്കറ്റിംഗ് റിസർച്ച് എക്സിക്യൂട്ടീവ്, സിവിൽ എഞ്ചിനീയർ, കൺസ്ട്രക്ഷൻ സൈറ്റ് മാനേജർ, ഓവർസീയിങ് ലേബർ, സൈറ്റ് മെഷറർ, ടെലികോളർ, ബ്രാഞ്ച് മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസർ, ടീം ലീഡർ, ആയുർവേദ റിസപ്ഷനിസ്റ്റ്, തെറാപ്പിസ്റ്റ്, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, കസ്റ്റമർ കെയർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, ഓഫീസ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ 31 രാവിലെ 10 മണിക്ക് എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇൻ്റർവ്യൂ നടക്കും. MBA, ബിരുദം, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, കമ്പ്യൂട്ടർ ഡിപ്ലോമ, SSLC +2 യോഗ്യതയുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ നെടുവ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കീഴിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. ഗവൺമെൻറ് അംഗീകൃത BPT ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഓഗസ്റ്റ് 1 രാവിലെ 10 മണിക്ക് നെടുവ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിൽ അമരമ്പലം, കാളികാവ് ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ അങ്കണവാടി വർക്കർ, ഹെൽപ്പർ തസ്തികകളിലെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പൂരിപ്പിച്ച അപേക്ഷകൾ ഓഗസ്റ്റ് 1 മുതൽ 20 വരെ പൂക്കോട്ടുംപാടത്തുള്ള കാളികാവ് ICDS ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് 550 രൂപ ദിവസം വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. DME നൽകുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരിക്കണം. സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 2024 ജനുവരി 1-ന് 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് 1 രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലോ അല്ലെങ്കിൽ ആശുപത്രി ഓഫീസിൽ നിന്നോ നേരിട്ട് അറിയാവുന്നതാണ്.
അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിദിനം 533 രൂപ നിരക്കിൽ ഇ ഹെൽത്ത് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ താൽക്കാലികാടിസ്ഥാനത്തിൽ 31/7/2024 തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ വെച്ച് വോക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തി നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത ഡിപ്ലോമ അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ MCA ആണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.